ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എക്സാം നടക്കുന്നത് ജാനുവരി 18-നാണ് കേട്ടോ, മറക്കണ്ട. അപ്പോൾ ഈ ഒരു എക്സാമുമായി റിലേറ്റ് ചെയ്ത് ഡേ 1 വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തതാണ്. സിലബസിൻ്റെ ഓർഡറിലാണ് വീഡിയോസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഡേ 2 ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിലബസിൻ്റെ ഓർഡറിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്? ഹീറ്റ് പ്രോസസ്സിംഗ്, പാസ്ചറൈസേഷൻ, കാനിങ്, ഡീഹൈഡ്രേഷൻ, ഫ്രീസിങ് ആൻഡ് ഫ്രീസ് ഡ്രൈയിങ്, ഫോർമെൻറ്റേഷൻ, മൈക്രോവേവ്, ഇറേഡിയേഷൻ. ഇത് നമ്മുടെ സിലബസിൽ അതേ ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ക്വസ്റ്റ്യനും അതോടൊപ്പം തന്നെ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മറക്കാതെ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏറ്റവും നല്ല കമൻറ്റിന് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം കഴിയുന്നതോടുകൂടി തന്നെ നല്ലൊരു ഗിഫ്റ്റ് കൂടി ഞാൻ അയച്ചു തരുന്നതായിരിക്കും, സെലക്ട് ചെയ്യപ്പെടുന്ന ഒരാൾക്ക് കേട്ടോ. അപ്പോൾ നല്ല എനർജിയോട് കൂടി പോവുക. കെമിസ്ട്രി ടിപ്സ് എഡ്യൂക്കേഷൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. മാക്സിമം സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ വീഡിയോ ചെയ്യാനായിട്ട് ഞാനും ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് ഹീറ്റ് പ്രോസസ്സിംഗ് ഹെൽപ്സ് ടു പ്രിസർവ് ദ നാച്ചുറൽ ടെക്സ്ചർ ആൻഡ് കളർ ഓഫ് ഫുഡ്? ഓപ്ഷൻസ്: മൈക്രോബിയൽ ഡിസ്ട്രക്ഷൻ, എൻസൈം ഇനാക്ടിവേഷൻ, സേഫ്റ്റി അഷ്വറൻസ്, ഷെൽഫ് ലൈഫ് എക്സ്റ്റൻഷൻ. അതായത് ഹീറ്റ് പ്രോസസ്സിങ്ങിൻ്റെ പ്രിൻസിപ്പിളിൽ ഏത് പ്രിൻസിപ്പിളാണ് ഫുഡിൻ്റെ നാച്ചുറൽ ടെക്സ്ചറും കളറും പ്രിസർവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എൻസൈം ഇനാക്ടിവേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, പ്രിസർവേഷൻ ടെക്നിക്സിൽ 2 കാര്യങ്ങളാണ് വരുന്നത്. തെർമൽ മെത്തേഡ്സും ഉണ്ട്, നോൺ തെർമൽ മെത്തേഡ്സും ഉണ്ട്. മനസ്സിലായോ? തെർമൽ ആൻഡ് നോൺ തെർമൽ. ഈ തെർമൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ്. നോൺ തെർമൽ എന്ന് പറയുമ്പോൾ ഹീറ്റ് വേണ്ട. ഓക്കെ, അപ്പോൾ ഈ എൻസൈം ഇനാക്ടിവേഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണ്? അതാണ് നമ്മുടെ നാച്ചുറൽ ടെക്സ്ചർ ആൻഡ് കളറ് പ്രിസർവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പ്രിസർവ് ചെയ്യാവുന്ന ഒരു രീതി നൽകുന്നത്. അപ്പോൾ എൻസൈം ഇനാക്ടിവേഷൻ പോലെ തന്നെ വേറെയും മെത്തേഡുകളുണ്ട്. ഇപ്പോൾ ബ്ലാഞ്ചിങ് ഉണ്ട്, പാസ്ചറൈസേഷൻ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ നമ്മൾ വെജിറ്റബിൾസ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുക വെള്ളത്തിലിട്ട്. ഇപ്പോൾ നമുക്കറിയാം, കോളിഫ്ലവർ നമ്മൾ വെക്കുന്ന സമയത്ത് പറയും ഒന്ന് ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ ഒന്ന് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതിൽ വേംസ് ഒക്കെ ഉണ്ടാവും അല്ലേ, കോളിഫ്ലവറൊക്കെ. അപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം മാത്രം കുക്ക് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ. അവിടെ മെയിനായിട്ട് എന്താണ്? ഹീറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബ്ലാഞ്ചിങ്. അതുപോലെ അവിടെ എന്താണ്? ഫ്ലേവർ നഷ്ടപ്പെടാനും അതുപോലെ തന്നെ കളറ് നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട് അല്ലേ. ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടില്ല ബോയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഇനാക്ടിവേറ്റ് ആണ് എൻസൈംസ്, പക്ഷേ എന്താണ്? ഫ്ലേവറും കളറും നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, എൻസൈം ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഹീറ്റ് പ്രോസസ്സിംഗ് മെത്തേഡാണ്. ഇതുവഴി അതിൻ്റെ ആ ഒരു തെർമൽ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രീഷണൽ കമ്പോണൻസ് നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് credited with developing the process of pasteurization? Options: Alexander Fleming, Louis Pasteur, Marie Curie, Albert Einstein. നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാവുന്ന പേരാണ്. ഈ ഒരു നെയിമിൽ തന്നെയുണ്ട്, പാസ്റ്റർ അല്ലേ. ലൂയിസ് പാസ്റ്റർ ആണ് പാസ്ചറൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ? പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് എലിമിനേറ്റ് പാത്തജൻസ്, എന്നിട്ട് ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുക. അതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു പ്രിസർവേഷൻ മെത്തേഡാണ് ഈ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് ലൂയിസ് പാസ്റ്റർ ആണ്. സാധാരണയായിട്ട് മിൽക്കിലാണ് ഇത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാറുള്ളത്. മനസ്സിലായോ? അപ്പോൾ പാസ്ചറൈസേഷൻ്റെ ഭാഗമായിട്ട് പല പാത്തജൻസിനെയും കില്ല് ചെയ്യാൻ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മളൊരു ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ഏത് റേഞ്ചിലുള്ള ടെമ്പറേച്ചറാണെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ഓർഗാനിസം അത് ഏതാണ് നോക്കിയിട്ടാണ്. നമുക്ക് ഈ സ്പോയിലേജ് വരുത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ആയിട്ടുള്ള ഈ ഒരു ഓർഗാനിസം, മൈക്രോ ഓർഗാനിസം, സ്പോയിലേജ് മൈക്രോ ഓർഗാനിസം ഏതാണെന്ന് നോക്കിയിട്ടാണ് പാസ്ചറൈസേഷൻ്റെ ടെമ്പറേച്ചർ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്.
അപ്പം ഇപ്പോൾ കോക്സിയല്ല പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു റേഞ്ച് കീപ്പ് ചെയ്യണം, സാൽമനല്ല ആണെങ്കിൽ ഈ ഒരു റേഞ്ച് കീപ്പ് ചെയ്യണം. അങ്ങനെ ഓരോ ടെമ്പറേച്ചർ ഉണ്ട്. സാധാരണയായിട്ട് ഈ പാസ്ചറൈസേഷൻ തന്നെ കുറേ കാറ്റഗറി ഉണ്ട്. ഹൈ ടെമ്പറേച്ചർ, ഷോർട്ട് ടൈം, അങ്ങനെ HTST എന്ന് പറയും, ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ. ഇതിനൊരു ടെമ്പറേച്ചർ റേഞ്ചും ടൈമിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ LT ലോ ടെമ്പറേച്ചർ ലോങ് ടൈം പാസ്ചറൈസേഷൻ. UHT വരുന്നുണ്ട്. UHTയുടെ പ്രത്യേകത എന്താ? അൾട്രാ ഹൈ ടെമ്പറേച്ചറാണ്. അങ്ങനെ ഓരോരോ മെത്തേഡും ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? പല ടൈപ്പ് പാസ്ചറൈസേഷൻ മെത്തേഡ് ഉണ്ട്. വലിയ വലിയ ടാങ്കുകളാണ് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. പാസ്ചറൈസേഷന് വേണ്ടി ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് പോലെയാണ്. അപ്പം ഈ ടാങ്കിലൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു ടെമ്പറേച്ചർ ഒരു പെർട്ടിക്കുലർ ടൈമിങ്ങിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പാസ്ചറൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ ഓർഗാനിസത്തിനെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ ഡീറ്റെയിൽ ആയി തന്നെ നിങ്ങൾ പാസ്ചറൈസേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ പ്രിസർവിങ് ഹൈ ആസിഡ് ഫുഡ്? ഓപ്ഷൻസ്: പ്രഷർ കാനിങ്, ഡീഹൈഡ്രേറ്റിംഗ്, ഫ്രീസിങ്, വാട്ടർ ബാത്ത് കാനിങ്. ഇതിലെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ആസിഡ്, ഹൈ ആസിഡ് ഫുഡിനെ പ്രിസർവ് ചെയ്യാനായിട്ട് താഴെ പറയുന്നവയിൽ ഏത് മെത്തേഡാണ് മോർ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? എന്താണ് നമ്മുടെ ആൻസർ എന്നറിയോ? വാട്ടർ ബാത്ത് കാനിങ് ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ കാനിങ് എന്താണെന്ന് ആദ്യം നിങ്ങൾക്ക് അറിയണം. കാനിങ് എന്ന് പറയുന്നത് ഒരു ഫുഡ് പ്രിസർവേഷൻ മെത്തേഡാണ്. ഫുഡ് കണ്ടെയ്ൻസ് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിൽ ഇടും. എയർ ടൈറ്റ് ആയിരിക്കണം, സീൽ ചെയ്തിരിക്കണത് കേട്ടോ. അത് ഇപ്പോൾ മെറ്റൽ ജാർ ആവാം, ഗ്ലാസ് ജാർ ആവാം, പ്ലാസ്റ്റിക് ക്യാൻസ് ആവാം. എങ്ങനെയായാലും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് നമ്മുടെ ഫുഡ് സീൽ ചെയ്ത് വെച്ച ശേഷമാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാവാം, പല രീതിയിലും നടത്താം. അപ്പോൾ സ്റ്റെറിലൈസിങ് ആണ് അവിടെ നടക്കുന്നത്. ഈ പ്രോസസ്സ് വഴി നമുക്ക് ലോങ് സ്റ്റോറേജ്, അതായത് ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ലോങ് സ്റ്റോറേജ് നമുക്ക് കിട്ടും. ഇത് കണ്ടുപിടിച്ചത് 1904 നമ്മുടെ നിക്കോളാസ് എപ്പർട്ടാണ്. നിക്കോളാസ് എപ്പർട്ട്, ഒരിക്കലും നിങ്ങൾ പേര് മറക്കരുത് കേട്ടോ. നിക്കോളാസ് എപ്പർട്ടാണ് നമ്മുടെ കാനിങ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ് കണ്ടുപിടിച്ചത്. പേരിൽ തന്നെ ഒരു ക്യാൻ ഉണ്ട്, ഓർത്ത് വെക്കുക. ഈ നിക്കോളാസ് അപ്പർട്ടിൻ്റെ അപ്പർട്ട് എന്ന ഭാഗത്തിൽ നിന്നാണ് ഇതിന് വേറൊരു പേരും കൂടിയും വന്നത്, അപ്പർട്ടൈസേഷൻ. മറക്കരുത് കേട്ടോ. അപ്പോൾ കാനിങ് എന്താണ്? ഫുഡ് പ്രിസർവേഷൻ മെത്തേഡാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്റ്റെൻഡിങ് ഷെൽഫ് ലൈഫ്. ഓക്കെ. പിന്നെ അപ്പർട്ടൈസേഷൻ എന്ന പേരുണ്ട്. 1904 നിക്കോളാസ് അപ്പർട്ടാണ് നമ്മുടെ ഈ ഒരു കാനിങ് മെത്തേഡ് കണ്ടുപിടിച്ചത്. പിന്നെ വാട്ടർ ബാത്ത് കാനിങ് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ ആ ക്യാന് വാട്ടറിലിട്ട് ബോയിൽ ചെയ്തെടുക്കുന്ന മെത്തേഡാണ്. അപ്പോൾ ഹൈ ആസിഡ് ഫുഡിനെ പ്രിസർവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? വാട്ടർ ബാത്ത് കാനിങ് ആണ്. നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഫുഡ്സ് ആർ ജനറലി ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ dehydration? Options: foods high in moisture content, leafy greens and herbs, fresh fruits and vegetables, dairy products. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ഏത് ടൈപ്പ് ഓഫ് ഫുഡാണ് ഡീഹൈഡ്രേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? അപ്പോൾ ഡീഹൈഡ്രേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താ ഡീഹൈഡ്രേഷൻ? പേര് പോലെ തന്നെ നമ്മുടെ വാട്ടറിനെ അല്ലെങ്കിൽ മോയ്സ്ചറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഡീഹൈഡ്രേഷൻ ഈസ് ദ റിമൂവൽ ഓഫ് മോയ്സ്ചർ ഫ്രം ദ ഫുഡ് മെറ്റീരിയൽ ഫോർ പ്രിസർവേഷൻ. ഓക്കെ. അപ്പോൾ ഈ ഡീഹൈഡ്രേഷൻ സാധാരണയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന മെത്തേഡ് ഉണക്കൽ അല്ലേ? ഉണക്കമീൻ നമ്മൾ എടുക്കും. ഉണക്കമീൻ എങ്ങനെയാണ് നമ്മൾ ഉണക്കുന്നത്? സൺ ഡ്രൈയിങ് മെത്തേഡാണ് അല്ലേ? നല്ല വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഉപ്പ് തേച്ച് ഉണക്കിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് കാലം കേടുവരാതെ സൂക്ഷിക്കും. അതൊരു മെത്തേഡാണ്. അതേപോലെ ഇപ്പോൾ നമ്മൾ ഈ സാധാരണയായിട്ട് കാണുന്നതാണ് ഈ നമ്മുടെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പുകളിൽ അല്ലെങ്കിൽ ഡേറ്റ്സിൻ്റെ ഒക്കെ ഷോപ്സ് പോയി കഴിഞ്ഞാൽ നട്ട്സും ഡേറ്റ്സൊക്കെ ഉണ്ടാവില്ല, അവിടെ കാണാം പൈനാപ്പിള്, മാംഗോ, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ നമ്മളിങ്ങനെ ഭരണിയിലായിട്ട്
സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ മോയ്സ്ചർ കളഞ്ഞ് അവരിങ്ങനെ നല്ല മധുരമൊക്കെ ഉണ്ടാവും അല്ലേ, ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ബോട്ടിലായിട്ട് ഇപ്പോൾ പൈനാപ്പിളിൻ്റെ എക്സാക്റ്റ് കളറിൽ തന്നെ ആയിരിക്കും പൈനാപ്പിളിൻ്റെ ഓരോ പീസും റൗണ്ടായിട്ട് അവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്ട്രോബെറി ഉണ്ടാവും, ബ്ലൂബെറി ഉണ്ടാവും, കുറേ ഐറ്റംസ് നമുക്കിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഈ ഡേറ്റ്സിൻ്റെ ഒക്കെ ഷോപ്പിൽ പോയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഡീഹൈഡ്രേഷൻ മെത്തേഡാണ്. നോർമലി ഈ ഡീഹൈഡ്രേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ കേസിലാണ് കേട്ടോ. അപ്പോൾ ഡ്രൈയിങ് എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സൺ ഡ്രൈയിങ് മെത്തേഡൊക്കെ നമുക്ക് വളരെ പരിചയമുള്ളതാണ്, പണ്ട് മുതലേ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. പക്ഷേ നമ്മൾ കൈപ്പക്ക കണ്ടിട്ടില്ലേ, കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ഈ ബിറ്റർ ഗോർഡിനെ നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കും നല്ല വെയിലത്തിട്ടിട്ട് അല്ലേ. അതുപോലെയാണ് എല്ലാ കൊണ്ടാട്ടങ്ങളും ഉണ്ടാക്കുക. വെജിറ്റബിൾസിൻ്റെ കേസിലും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ കേസിലുമാണ് നോർമലി ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ സൺ ഡ്രൈയിങ് മെത്തേഡുകളുണ്ട്, വാക്കം ഡ്രൈയിങ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രം ഡ്രൈയിങ് മെത്തേഡ് ഉണ്ട്, മൈക്രോവേവ് ഡ്രൈയിങ്, അങ്ങനെ ഒരുപാട് ഡ്രൈയിങ് മെത്തേഡുകൾ അവൈലബിൾ ആണ്. ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെടികളുടെയൊക്കെ വിത്തുകൾ ഉണക്കിയെടുത്തല്ലേ സൂക്ഷിക്കുന്നത്. നമ്മൾ പയറിൻ്റെ വിത്താണെങ്കിലും വെണ്ടയുടെ വിത്താണെങ്കിലും ഒക്കെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് അങ്ങനെ എടുത്ത് സീഡ്സ് അല്ലേ, സൺ ഡ്രൈയിങ് സീഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, മോയ്സ്ചറിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, റിമൂവൽ ഓഫ് വാട്ടർ ആൻഡ് ഇൻഹിബിറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡീഹൈഡ്രേഷൻ മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is the term for the process of removing air from packaging before freezing? Options: blanching, parboiling, vacuum sealing, sterilization. എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഏത് ടേമാണ് ഇവിടെ വരുന്നത്? വാട്ട് ഈസ് ദ ടേം, എന്താ പ്രോസസ്സ്, എന്താ? റിമൂവിങ് എയർ ഫ്രം പാക്കേജിങ്, പാക്കേജിങ്ങിൻ്റെ സമയത്ത് എയറിനെ റിമൂവ് ചെയ്യുക ബിഫോർ ഫ്രീസിങ്. അപ്പോൾ ഈ പറയുന്ന 4 ഏതാണ് അതിൻ്റെ ആൻസർ? അപ്പോൾ ഇവിടെ നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്, വാക്വം സീലിംഗ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ വാക്വം സീലിംഗ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഫ്രീസിങ്ങിന് മുന്നേ പാക്കേജിങ് ടൈമിൽ. അപ്പോൾ എന്താണ് ഫ്രീസിങ്? ഫ്രീസിങ് ആണ് നമ്മുടെ ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ്. ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ വെച്ചിട്ട് പ്രിസർവ് ചെയ്യുക. നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഫ്രീസറിൽ സൂക്ഷിക്കുന്ന, അപ്പോൾ നമ്മുടെ കുറേ ഫുഡ് ഐറ്റം, ഇപ്പോൾ പൊട്ടാറ്റോ ആയിക്കോട്ടെ, നഗ്ഗറ്റ്സ്, ഫിഷ്, മസാലക്കൂട്ടുകൾ, ചീസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അല്ലേ, ഇതെല്ലാം ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഫ്രീസറിൽ വെക്കുന്നതിന് മുന്നേ ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ പാക്ക് ചെയ്യണം. ഈ പാക്കേജിങ് സമയത്ത് അതിലെ എയർ റിമൂവ് ചെയ്യാനാണ് നമ്മൾ വാക്വം സീലിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം, ഈ സ്റ്റോറിങ് ഫ്രൂട്ടിൻ്റെ ഫ്രീസർ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ ന്യൂട്രീഷണൽ വാല്യൂ നിലനിർത്താനായിട്ട് സാധിക്കും. ആ ക്വാളിറ്റി, ഫ്രഷ്നെസ്, ന്യൂട്രീഷണൽ വാല്യൂ ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഫ്രീസിങ് മെത്തേഡിലൂടെ സാധിക്കും. ഏകദേശം 18 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അതിന് താഴെ ആയിട്ടുള്ളൊരു ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈ ഒരു ഫ്രീസർ അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീസിങ് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയ, ഈസ്റ്റ്, മോൾഡ് ഇതൊന്നും പ്രസൻ്റ് ആവില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഇനാക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കും. ഫ്രോസൺ സ്റ്റോറേജ് ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ള പാരസൈറ്റ്സ് ഏതും ആയിക്കോട്ടെ അതിനൊക്കെ ഇനാക്റ്റീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ മീറ്റിനകത്ത് വരുന്ന ട്രിക്കിനെല്ല ഒരു ലാർവയാണ്, ട്രിക്കിനെല്ല. ഇതിനൊക്കെ ഇല്ലാതാക്കാനായിട്ട്, ഇത് മീറ്റിൽ കാണണം കേട്ടോ, മീറ്റിനകത്തുള്ളതാണ്. ഇതിനൊക്കെ ഇല്ലാതാക്കാനായിട്ട്, അതിൻ്റെ ലാർവയൊക്കെ നശിപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഫ്രീസിങ് മെത്തേഡിലൂടെ സാധിക്കും. അല്ലെങ്കിൽ അത് വേമായിട്ട് മാറും. നിങ്ങൾക്ക് അറിയാം അല്ലേ, നമ്മളെ ബീഫിനകത്തൊക്കെ വേംസിനെ കണ്ടപ്പോൾ ഈ ലാർവയിൽ നിന്നാണ് ഈ വേംസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ലാർവ എന്തായി പോവും, ഇനാക്റ്റീവായി പോവും. ഇനി ഫ്രീസിങ്ങിൽ തന്നെ കുറേ മെത്തേഡുകളുണ്ട് കേട്ടോ. കോണ്ടാക്റ്റ് ഫ്രീസിങ്, ബ്ലാസ്റ്റ് ഫ്രീസിങ്, ദെൻ ക്രയോജനിക് ഫ്രീസിങ്, ബ്രൈൻ ഫ്രീസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. വാട്ട് ഈസ് ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് ഫ്രീസ് ഡ്രൈയിങ് ഫുഡ്? Options: it enhances flavor, it reduces cooking time, it retains nutritional value, it requires less storage space. എന്താ ക്വസ്റ്റ്യൻ? ഫ്രീസ് ഡ്രൈയിങ് അല്ലേ എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ്, പ്രൈമറി അഡ്വാൻറ്റേജ് എന്താണ്? അഡ്വാൻറ്റേജ് ഓഫ് ഫ്രീസ് ഡ്രൈയിങ് ഫുഡ്. അപ്പോൾ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്?
ഇറ്റ് റിറ്റെയിൻസ് ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഏതാണ് നമ്മുടെ പ്രിസർവേഷൻ മെത്തേഡ്? ഫ്രീസ് ഡ്രൈയിങ് ആണ്. ഫ്രീസ് ഡ്രൈയിങ്ങിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലിയോഫിലൈസേഷൻ. ഈ രീതിയിലും നിങ്ങളോട് ചോദിക്കാം, ഫ്രീസ് ഡ്രൈയിങ് ഓർ ലിയോഫിലൈസേഷൻ്റെ പ്രത്യേകത, ആദ്യം ഫുഡിനെ നമ്മൾ ഫ്രോസൺ ഫുഡാക്കി മാറ്റും, അതായത് ഫ്രീസ് ചെയ്യും. അതിനുശേഷം വാക്വം ഡ്രൈയിങ് പോലെ നമ്മൾ ഡ്രൈ ആക്കി എടുക്കും വാക്വം കണ്ടീഷനിൽ. മനസ്സിലായോ? അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. ഈ രണ്ട് മെത്തേഡുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫ്രീസ് ഡ്രൈയിങ്ങിലെ പ്രൈമറി ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? സബ്ലിമേഷൻ ആണ്. സെക്കൻഡറി ഡ്രൈയിങ് എന്ന് പറയുന്നത് ഡീസോപ്ഷൻ. പ്രൈമറി എന്ന് പറയുന്നത് എന്താണ്? സബ്ലിമേഷനും സെക്കൻഡറി എന്ന് പറയുന്നത് ഡീസോപ്ഷനും കേട്ടോ. അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഡീസോപ്ഷൻ. ഓക്കെ, അപ്പം ഓർത്ത് വയ്ക്കുക, പ്രൈമറി സബ്ലിമേഷൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ റിമൂവ് ചെയ്യും. ഫ്രീസ് ഡ്രൈയിങ് റിമൂവ് ചെയ്തിട്ട് പ്രോഡക്റ്റിനെ നന്നായി ഫ്രോസൺ ലെവലിലോട്ട് മാറ്റും. എന്നിട്ട് വാക്കത്തിൽ വെച്ചിട്ട് അതിനെ നമ്മൾ എന്താക്കി മാറ്റും? അതിൻ്റെ ഡ്രൈ ചെയ്തെടുക്കും അതിന്. അപ്പോൾ ഡ്രൈയിങ് പ്രോസസ്സും നടക്കുന്നുണ്ട്, ഫ്രീസും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇതിൻ്റെ മറ്റൊരു പേരാണ് ലിയോഫിലൈസേഷൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. Which type of fermentation process produces alcohol from sugars? Options: lactic acid fermentation, acetic acid fermentation, ethanol fermentation, malolactic fermentation. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? വിച്ച് ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ്, ഏത് ഫെർമെൻറ്റേഷൻ പ്രോസസ്സാണ് പ്രൊഡ്യൂസസ് ആൽക്കഹോൾ? ആൽക്കഹോളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിൽ നിന്നും? ഷുഗറിൽ നിന്നും. അപ്പോൾ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എത്തനോൾ ഫെർമെൻറ്റേഷൻ ആണ്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. ഫെർമെൻറ്റേഷനിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ശരിക്കും ഇതൊരു കെമിക്കൽ പ്രോസസ്സാണ്, അനാറോബിക്കലി നടക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ. ദെൻ ഇവിടെ ഗ്ലൂക്കോസ് പോലെയുള്ള ഷുഗർ മോളിക്യൂൾസിൻ്റെ ഒക്കെ ബ്രേക്ക് ഡൗൺ നടക്കും. ഇതിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? അവിടെ സ്റ്റാർച്ച് ഓർ ഷുഗർ കൺവേർട്ടഡ് ഇൻ ടു ലാക്റ്റിക് ആസിഡ്. ആ കൺവേർഷൻ നടത്തുന്ന ആൾ നമ്മുടെ ഈസ്റ്റ് ആണ് കേട്ടോ, ഫെർമെൻറ്റേഷൻ നടത്തുന്നത്. പിന്നെ ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ ഉണ്ട്. ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ്റെ പ്രത്യേകത, അവിടെ എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫ്രം ഷുഗേഴ്സ്. ഷുഗേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫ്രക്ടോസ്, ഗ്ലൂക്കോസ്, സൂക്രോസ് പോലെയുള്ള ഷുഗേഴ്സിൽ നിന്നും എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്ന, അത് ഉണ്ടാക്കുന്ന ആളും നമ്മുടെ ഈസ്റ്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ അസിറ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ഇവിടെ പറഞ്ഞു. അസിറ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ വിനെഗർ ആണ് നമുക്ക് കിട്ടുന്നത് ഫെർമെൻറ്റേഷൻ ഓഫ് എത്തനോൾ വഴി. അപ്പോൾ ആരായിരിക്കും? അസിറ്റിക് ആസിഡ് ബാക്ടീരിയ ആണ് അതിനെ കാറ്റലൈസ് ചെയ്യുന്നത്. വിനെഗർ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഫെർമെൻറ്റേഷൻ അല്ലേ. അസിറ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഉണ്ടാവുന്നത്? വിനെഗർ ആണ്. വിനെഗർ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഫെർമെൻറ്റേഷൻ ഓഫ് എത്തനോൾ ബൈ അസിറ്റിക് ആസിഡ് ബാക്ടീരിയ. അപ്പോൾ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഷൻ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് വിനെഗർ? ഓപ്ഷൻസ്: ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ, അസിറ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ, എത്തനോൾ ഫെർമെൻറ്റേഷൻ, ബ്യൂട്രിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോസസ്സിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഷൻ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് വിനെഗർ? നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞുകൂടെ? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. വിനെഗറിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അസിറ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ആണ്, മറക്കരുത് കേട്ടോ. അതൊക്കെ വലിയ വലിയ ടാങ്കുകളിലും മറ്റും വെച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ്, ഓർത്ത് വയ്ക്കാം. Next one, what is the primary purpose of using a microwave oven in food preparation? Options: sterilization, dehydration, quick heating and cooking, long-term preservation. എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് യൂസിങ് എ മൈക്രോവേവ് ഓവൻ? മൈക്രോവേവ് ഓവൻ്റെ പ്രൈമറി പർപ്പസ് എന്താണ് ഫുഡ് പ്രിപ്പറേഷൻ്റെ കാര്യത്തിൽ? ഇതിലേത് മെത്തേഡാണ് നമ്മുടെ മൈക്രോവേവ് ഓവൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് പർപ്പസാണ് ഉള്ളത്?
യെസ്, വളരെ ഈസി ആയിട്ട് പറയാം. ക്യുക്ക് ഹീറ്റിംഗ് ആൻഡ് കുക്കിംഗ്. ജോലിക്കൊക്കെ പോകുന്നവർ രാവിലെ തിരക്ക് പിടിച്ച സമയത്ത് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് മൈക്രോവേവ് ഓവൻ. പലരുടെയും വീടുകളിലുള്ളതാണ്. ക്യുക്ക് ഹീറ്റിംഗ് ആണ് ആൻഡ് കുക്കിംഗ്. അവിടെ ഒരു ഓയിലിൻ്റെ ആവശ്യം പോലും ഇല്ല അല്ലേ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുക്ക് ചെയ്ത് കിട്ടും. അത് ഹീറ്റ് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ക്യുക്ക് ഹീറ്റിംഗ് ആൻഡ് കുക്കിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ് മൈക്രോവേവ് ഓവൻ വഴി നമ്മൾ ചെയ്യുന്നത്. Which of the following types of radiation is commonly used for food radiation? Food irradiation, gamma rays, ultraviolet light, infrared radiation, microwave radiation. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏത് ടൈപ്പ് റേഡിയേഷനാണ് ഫുഡ് ഇറേഡിയേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇറേഡിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് റേ ആണെന്ന് ചോദിച്ചാൽ ഗാമ റേ ആണ്. ഒരിക്കലും മറക്കരുത്, ഗാമ റേ ആണ് ഉപയോഗിക്കുന്നത്. ഈ ഇറേഡിയേഷനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, അറിയോ നിങ്ങൾക്ക്? കോൾഡ് സ്റ്റെറിലൈസേഷൻ. ആ രീതിയിലും ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്. കോൾഡ് സ്റ്റെറിലൈസേഷൻ. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ഫുഡ് ഇറേഡിയേഷൻ? കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട 1-2 പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഈ റേഡിയേഷൻ മെത്തേഡിൻ്റെ ഈ മെത്തേഡ് എന്ന് പറയുന്നത് നോൺ തെർമലാണ്. ഡയറക്റ്റ് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്ത് തിളപ്പിച്ചെടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ഇവിടെ റേഡിയേഷനാണ്. അത് അയണൈസിങ് റേഡിയേഷൻ ആവാം, നോൺ അയണൈസിങ് റേഡിയേഷൻ ആവാം. നോൺ തെർമൽ മെത്തേഡാണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. അയണൈസിങ് ഓർ നോൺ അയണൈസിങ് റേഡിയേഷനാണ്. അതുവഴി നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ബാക്ടീരിയാസും അതുപോലെ തന്നെ മോൾഡ്, പെസ്റ്റുകൾ അതിനൊക്കെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വഴി അതിൻ്റെ കുറേ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ്, അതായത് ഫ്ലേവറിനും കളറിനും ന്യൂട്രിയൻറ്റിനും അതുപോലെ ടേസ്റ്റിനൊന്നും വലിയ ബാധിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ മൈക്രോ ഓർഗാനിസത്തിനെ ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പോൾ ആപ്പിളൊക്കെ ഇങ്ങനെ റേഡിയേറ്റ് ചെയ്ത് വരുന്ന ഒരു പിക്ചർ ഞാൻ എവിടെയോ കണ്ടിരുന്നു. അത് സീല് വെച്ചിട്ട് വരിക, റേഡിയേഷൻ ചെയ്തിട്ട് വരുന്നതാണെങ്കിൽ. അപ്പം അങ്ങനെ കുറേ മെത്തേഡുകൾ കുറേ കാര്യങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ റേഡിയേഷനിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇത് ഏത് റേ ആണ്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, റേഡിയേഷനിൽ തന്നെ പല രീതിയിൽ വരുന്നുണ്ട്. ഇതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായോ എനിക്കറിയില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ഇത് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് അധികം വൈകാതെ എല്ലാ വീഡിയോസും ഇട്ട് തരും. സിലബസിൻ്റെ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ അറിയിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഗിഫ്റ്റ് ഉണ്ടായിരിക്കും കെമിസ്ട്രി ടിപ്സിൻ്റെ വക. തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഏറ്റവും നല്ല കമൻറ്റ് അയക്കുന്നവരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്ത് അവർക്ക് ഫുഡ് സേഫ്റ്റിയുടെ എക്സാം കഴിയുന്നതോട് കൂടി തന്നെ ഒരു ഗിഫ്റ്റ് നമ്മൾ DTDCയിൽ കൊറിയർ വഴിയായിട്ട് അയച്ചു തരും. ഓക്കെ. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ചെയ്തോളാം. സ്പീഡിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ മിസ്റ്റേക്സ്, എഡിറ്റിംഗ് മിസ്റ്റേക്കും ടൈപ്പിംഗ് മിസ്റ്റേക്കും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചോളാം, നമുക്ക് കറക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ കമൻറ്റ് ബോക്സ് ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പിൻ ചെയ്തിടും. ഓക്കെ ഗൈസ്, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ.